തെരഞ്ഞെടുപ്പിലെ ഘട്ടം പൂർത്തിയാകുമ്പോൾ തന്ത്രങ്ങൾ പാളിയ ആശങ്കയിലാണ് ബി.ജെ.പി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടാക്കിയ ഇന്ത്യ സഖ്യത്തിന് അതിന്റേതായ പരിമിതികളുണ്ടെങ്കിലും അവരെല്ലാം പരസ്പരം കടിച്ചു കയറുന്നവരാണെങ്കിലും ഇന്ത്യ സഖ്യം ഉയർത്തിക്കൊണ്ടുവന്ന പല മുദ്രാവാക്യങ്ങളും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, അമിത ആത്മവിശ്വാസത്തോടെ മോദി നടത്തിയ പല ഇടപെടലുകളും വാജ്പേയി സർക്കാരിന്റെ കാലത്തെ ഇന്ത്യ ഷൈനിങ് മുദ്രാവാക്യത്തിന് തുല്യമായിരിക്കുന്നു. മോദി ഇഷ്ടപ്പെടുന്ന സംഖ്യകളല്ലാത്ത സാധാരണക്കാരാണ് മോദിയുടെ യഥാർത്ഥ ശക്തി. അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ രണ്ട് ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മോദി വർഗീയതയെ ആയുധമാക്കുന്നത് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക കേന്ദ്രീകരിച്ചുള്ള അതിശക്തമായ പ്രചരണമൊക്കെ വാസ്തവത്തിൽ മോദിക്കും ബി.ജെ.പിക്കും തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. പലയിടങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ പ്രാദേശികമായി തന്നെ ശക്തി പ്രാപിക്കുന്നു. ഇതിന്റെ മാറ്റം വിപണിയിലും കാണാം. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയാവുന്നത് വിപണിക്കാണ്. മോദി തന്നെയായിരിക്കും അധികാരത്തിലെത്തുന്നത്, ബി.ജെ.പിയുടെ തന്നെ ഭരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വിപണിക്കോ സാധാരണക്കാർക്കോ തർക്കമില്ല. എന്നാൽ എങ്ങനെയായിരിക്കും ഈ ഭരണ തുടർച്ച എന്ന കാര്യത്തിലാണ് ആശങ്ക വർദ്ധിക്കുന്നത്.